ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്നലെ യോഗം ചേർന്നു. അവരുടെ പ്രധാനപ്പെട്ട വിനോദ് താക്ഡെ, പിന്നെ അതുപോലെ തന്നെ കരൺ ജജെ, പിന്നെന്താണ് മറ്റേ ജാവേദ്കർ തുടങ്ങിയിട്ടുള്ള, പിന്നെ അവരുടെ ബി.എൽ. സന്തോഷ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്നു കൊണ്ടുള്ള യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ വലിയ വാർത്തയായിരുന്നു. എന്നിട്ട് അവർ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും പറയുന്നു. അപ്പോൾ തന്നെ ചാനലുകൾ പല ആളുകളുടെ പേരുകളും പ്രഖ്യാപിച്ചു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരിക്കുകയാണ് നിയമത്തിൽ നിൽക്കുമെന്നും. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണ നിയമത്തിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മഞ്ചേശ്വരം ഇപ്പോൾ 1000 വോട്ടിന് താഴെയാണ്. ഒരിക്കൽ 120 വോട്ട്, പിന്നെ 700 വോട്ട്. ഇതിനകത്ത് താഴേക്കാണ് സുരേന്ദ്രൻ അവിടെ പോയത്. അതുകൊണ്ട് സുരേന്ദ്രൻ അവിടെ നിൽക്കാൻ എല്ലാ സാധ്യതയുണ്ട്. വി മുരളീധരൻ കഴക്കൂട്ടത്തും സാധ്യതയുണ്ട്. കുമ്മനം രാജശേഖരൻ ആറന്മുള തന്നെയായിരിക്കും. പിന്നെ മാവേലിക്കരയോ ചെങ്ങന്നൂരോ എവിടെയാണ്, അതോ ആലപ്പുഴയിലാണോ സന്ദീപ് ബജസ്പതി, തിരുവല്ലയിൽ മറ്റേ അനൂപ് ആൻ്റണി, ഷോൺ ജോർജ് പാലായിൽ, ഇതൊക്കെ പിന്നെ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, ഇതൊക്കെ ആൾറെഡി ഒരു രൂപം വന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാരണം അവരവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു രസകരമായ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇത്രയും ആമുഖം പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുക? നല്ല രസമാണ്. വട്ടിയൂർക്കാവിലാണെന്ന് പറഞ്ഞുകൊണ്ട് തമ്പും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അവർ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ആലപ്പുഴയിൽ പാർലമെൻറ്റിൽ മത്സരിച്ചതിന് ശേഷം അവർ ആലപ്പുഴയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കായംകുളത്ത് ഒരുപാട് കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി പ്രതിഭയ്ക്കെതിരെ മത്സരിക്കാനായിട്ട് കായംകുളത്ത് അവർ കുറേ കോപ്പ് കൂട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത ന്യൂസ് അവരെ പാലക്കാടാണ് നിർത്തുന്നതെന്ന്, തൃശ്ശൂരാണ്. അപ്പോൾ എവിടെയാണ് ശരിക്കും ശോഭാ സുരേന്ദ്രനെ നിർത്തുന്നതിന്? എവിടെയെങ്കിലും നിർത്തുമോ? അതേ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഇട്ട് കളിച്ചിട്ട് അവസാനം ഒരു 15 ദിവസം ഉള്ളപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞിട്ട് അവർ ചെന്നിറങ്ങി ചക്രശ്വാസം വലിച്ച് അവസാനം ജയിക്കുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ടാക്കി തോറ്റു പോകും. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബി.ജെ.പി കാൻഡിഡേറ്റ്? എന്തായാലും ഈ ആഴ്ച, അതായത് മാർച്ച് മാസം ആദ്യം, ഇന്നിപ്പോൾ ഫെബ്രുവരി, ഇനിയിപ്പോൾ 4-5 ദിവസം കൂടെയല്ലേ ഉള്ളൂ. മാർച്ച് ആദ്യം തന്നെ, 10 ദിവസത്തിനകത്ത് ഫെബ്രുവരി തീരും. മാർച്ച് ആദ്യം തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനം തന്നെ ബി.ജെ.പിയുടെ ലിസ്റ്റ് വരും എന്നാണ് കേൾക്കുന്നത്. ആ ലിസ്റ്റിൽ ഞാനീ പറഞ്ഞതുപോലെ ഒരു 2020-ക്കുള്ള ഒരു 30 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം BDJS കൊടുത്തത്. അത് ചിലപ്പോൾ 40 സീറ്റ് വേണമെന്ന് പറഞ്ഞവർ നിൽക്കുന്നു. പക്ഷേ 2020 കൂടെ വന്ന സാഹചര്യത്തിൽ എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ ഇന്നലെ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയൊരു പാർട്ടി, പിന്നെ JSS എന്ന് പറയുന്ന വേറെ 2 പാർട്ടി, അതെന്താണെന്ന് അറിയില്ല, വേറെ 2 പാർട്ടിയും കൂടി ഇതിനകത്ത് NDAയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പാർട്ടികൾ NDAയിൽ ചേരുന്നു, വ്യക്തികൾ NDAയിൽ ചേരുന്നു, BJPയിൽ ചേരുന്നു. അങ്ങനെ രശ്മി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കരയിൽ ബാലഗോപാലിനെതിരെ ശക്തമായ പ്രതിരോധവും പിന്നെ വോട്ടുമൊക്കെ ഉയർത്തി വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവ് അവർ BJPയിലേക്ക് പോകുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു BJPയുടെ ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനെ എവിടെയാണ് കാൻഡിഡേറ്റ്ഷിപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പ് തന്നെ അവർക്ക് ഒരു ധാരണ കൊടുത്തിട്ട് അവിടെ പ്രവർത്തിക്കാൻ പറഞ്ഞെങ്കിൽ അവരവിടെ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാക്കി ജയിക്കുമായിരുന്നു. പക്ഷേ ഇതാ സമ്മതിക്കത്തില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിലാന്ന് കേൾക്കുന്നു. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പേരും വളരെ സജീവമായി ഉണ്ട്. ശ്രീലേഖ ജയിക്കുമെന്നും മത്സരിക്കുന്നു. പക്ഷേ ശ്രീലേഖ പറയുന്നത്, IPS പറയുന്നത്, ഞാൻ നിൽക്കാനില്ല, ഞാൻ മത്സരിക്കാനില്ല എന്നാണ്. അപ്പോൾ കൃഷ്ണകുമാർ ഇതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. കരമന ജയന് സീറ്റ് കൊടുക്കണമെങ്കിൽ സെൻട്രലിലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സെൻട്രലിൽ കരമന ജയന് കൊടുത്താൽ വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിന് കൊടുക്കേണ്ടി വരും. കൃഷ്ണകുമാറിൻ്റെ വീടുമൊക്കെ വട്ടിയൂർക്കാവിലാണ്. ഇന്നലെ ഏതോ ഒരു പാവപ്പെട്ട വീട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ വീടുമൊക്കെ വെച്ച് കൊടുത്തു ഏതോ കുട്ടിക്ക്. അപ്പോൾ കൃഷ്ണകുമാർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണകുമാറിന് കൊടുക്കണോ, അതോ ശ്രീലേഖ IPSന് കൊടുക്കണോ, അതോ ഇനി ശോഭാ സുരേന്ദ്രൻ അവിടെ തന്നെ മത്സരിക്കുമോ? ഇവിടെ അല്ലെങ്കിൽ ശോഭ പിന്നെ ആലപ്പുഴയിൽ മത്സരിക്കുമോ, കായംകുളത്ത് മത്സരിക്കുമോ, ആലപ്പുഴ മത്സരിക്കുമോ, ഇനി മാരാരിക്കുളത്ത് മത്സരിക്കുമോ, ആലപ്പുഴ ജില്ലയിൽ എവിടെയെങ്കിലും മത്സരിക്കുമോ, അല്ല നേരെ തൃശ്ശൂർക്ക് വിട്ട് തൃശ്ശൂർ മത്സരിക്കുമോ? തൃശ്ശൂരിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നമ്മുടെ പത്മജ വേണുഗോപാൽ നിൽപ്പുണ്ട്. അപ്പോൾ തൃശ്ശൂരിനെ കൊടുക്കുന്ന അങ്ങനെ. മാത്രമല്ല MT രമേശിൻ്റെ പേരും കോഴിക്കോടിനേക്കാൾ കൂടുതൽ തൃശ്ശൂരാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തൃശ്ശൂരിൽ MT രമേശോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ പാലക്കാടാണുള്ളത്. പക്ഷേ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. കാര്യം കണ്ണാടി പഞ്ചായത്ത് പോലുള്ള കുറേ പ്രദേശങ്ങൾ മുസ്ലിം ബെൽറ്റാണ്. ഒരു 10-30% ഏരിയയിൽ മുസ്ലിങ്ങളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പിന്നെ പാലക്കാട് BJPക്കകത്ത് കുറച്ച് തമ്മിൽ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാജൻ എന്ന് പറയുന്ന അവിടുത്തെ സംഘപ്രവർത്തകനായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള കൗൺസിലറൊക്കെ ഇപ്പോൾ മത്സരിച്ചില്ല. ശിവരാജനും അതുപോലെ തന്നെ പിന്നെ കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളുടെ ചില ഗ്രൂപ്പ് പ്രവർത്തനം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന അവിടുത്തെ BJPയുടെ യുവ നേതാവായിട്ട് നിൽക്കുന്ന ടൗൺ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ പ്രശാന്ത് ശിവനുണ്ട്. അദ്ദേഹവും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയാകാൻ ഇങ്ങനെ ഉടുപ്പടിച്ച് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കൊടുത്താൽ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ
ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് BJP ഇപ്പോഴും അഴകുഴമ്പൻ നയമാണ് സ്വീകരിക്കുന്നത്. കൃത്യമായി ഒരു സ്ഥലത്ത് നിർത്തി, ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി കാണുന്നില്ല. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ തെക്ക് വടക്ക് അവർ പോകുന്നുണ്ട്. പിന്നെ തെക്ക് തിരുവനന്തപുരത്ത് നിൽക്കുമെന്ന് പറയുന്നു, മധ്യഭാഗത്തുള്ള ആലപ്പുഴ നിൽക്കുമെന്ന് പറയുന്നു, തൃശ്ശൂർ പറയുന്നു, പാലക്കാട് പറയുന്നു. ഇനി കോഴിക്കോടും ബാക്കി ജില്ലകൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഇതിനിടയിൽ എവിടെയാണ് മത്സരിക്കുന്നത്? പക്ഷേ അവരെ സംബന്ധിച്ചൊരു ഗുണമുള്ളത്, അവർ എവിടെ മത്സരിച്ചാലും ഒരു ക്രൗഡ് പുള്ളറാണ്, മാസ് പുള്ളറാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജനങ്ങളെ സംഘടിപ്പിക്കാനും ജനങ്ങളെ ക്രൗഡിനെ മൊബിലൈസ് ചെയ്യാനും ഒക്കെ അവർക്കറിയാം. ക്രൗഡ് മാനേജറാണ് അവർ. മാനേജ്മെൻറ്റ് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ക്രൗഡ് പുള്ളറാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല മത്സരം അവർ കാഴ്ചവെക്കും. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു മണ്ഡലം കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇന്നൊരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലെയും വനിതകളെ എടുത്തു കഴിഞ്ഞാൽ KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, ഇങ്ങനെ ഒത്തിരി പേര് വന്നു. ശ്രീമതി ടീച്ചറൊക്കെ വന്നു. ശൈല ടീച്ചർ ചുമ്മാ ഉടായിപ്പാണ്. അവർ നല്ലൊരു പേരൊക്കെ ഉണ്ടായിരുന്ന പേരാണ്. പക്ഷേ അവർ ഇപ്പോൾ അവസാന കാലങ്ങളിൽ അവർ പിണറായി സ്തുതിയായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് അവരിൽ കാര്യമില്ല. അടുത്തത് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ പ്രമുഖമായി നിൽക്കുന്ന ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായൊരു സ്ഥാനം, ഒരു മണ്ഡലം പൊസിഷൻ ചെയ്ത് കൊടുത്താൽ അവർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തിരുവനന്തപുരമാണോ, ആലപ്പുഴയാണോ, ആലപ്പുഴയിൽ തന്നെ കായംകുളത്താണ് യു പ്രതിഭയുടെ ഗ്രാഫ് താഴോട്ടാണ്. യു പ്രതിഭ വീണ്ടും മത്സരിക്കും. ഇനി വേറൊരു കാര്യം കേൾക്കുന്നത് ജി സുധാകരൻ 70 കഴിഞ്ഞെങ്കിലും 70 72 കഴിഞ്ഞു. അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിയതാണ് 2 പ്രാവശ്യം വന്നു. പക്ഷേ ജി സുധാകരനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ്റെ സീറ്റ് ഏതാണ്? അങ്ങനെയാണെങ്കിൽ ജി സുധാകരനെതിരെ മത്സരിക്കേണ്ടി വരുമോ? തോമസ് ഐസക്ക് എവിടെയാണ് മത്സരിക്കുക? ചിത്തരഞ്ജൻ ഇതാണ് CPMൻ്റെ ആളുകൾ. ചിത്തരഞ്ജൻ, തോമസ് ഐസക്ക്, അതുപോലെ തന്നെ സുധാകരൻ, പ്രതിഭ, ഇങ്ങനെയുള്ള ആളുകളാണ് ആലപ്പുഴയിൽ CPMന് വേണ്ടി കിടക്കുന്നത്. അപ്പോൾ അവരെ ആരെയാണ് തോൽപ്പിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരെ ആർക്കെതിരെയാണ് മത്സരിക്കേണ്ടി വരിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ 4 ജില്ലകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ശക്തമായി കേൾക്കുന്നുണ്ട്. അതിലേത് ജില്ലയിലാണ് അവർ മത്സരിക്കുക എന്നറിയില്ല. എന്തായാലും ഏത് ജില്ലയിലായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശക്തയായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എവിടെ നിർത്തിയാലും അവർ നന്നായി വോട്ട് പിടിക്കും. ഇലക്ഷൻ ക്യാമ്പയിൻ നന്നായി അറിയാവുന്നുള്ളൊരു വനിതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന എടുപ്പുള്ള നേതാക്കളിൽ പ്രധാനപ്പെട്ടൊരു വനിതാ നേതാവാണ്. പക്ഷേ അവർ എവിടെ നിന്ന് ജയിക്കും, അല്ലെങ്കിൽ എവിടെ അവരെ നിർത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ കൺഫ്യൂഷനാണ് എല്ലാ ചാനലുകളും പത്രങ്ങളും പറയുന്നത്. പക്ഷേ അത് തിരുവനന്തപുരമുണ്ട്, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, എവിടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക?